നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ എഡ്ഡി ഓഫ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ കാണുന്നവർ വിചാരിക്കും ഇത്ര നാൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ഇരുന്ന് ചെയ്ത് നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്ന് നമ്മൾ വെളിയിലേക്ക് വന്നേക്കുമാണ്. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് പുറകാലം മനസ്സിലാവും. അതിനു മുമ്പ് നമ്മൾ എവിടെയാണെന്നും എന്താണെന്നും ഉള്ളത് നിങ്ങളൊന്ന് ഇൻട്രോ കണ്ടെത്തും. ഇൻട്രോ ഇപ്പോൾ കണ്ടു. ഇൻട്രോയ്ക്കകത്ത് നമ്മൾ എന്തുകൊണ്ടാണ് അബോധയിൽ വന്നേക്കുന്നതെന്ന്, അബോധയിൽ ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് നമുക്കപ്പോൾ ഇന്ന് പരിചയപ്പെടാം. ഇത് അബോധയിലെ CEO. താങ്കളുടെ പേര്? എൻ്റെ പേര് ജോസഫ് എന്നാണ്. ജോസഫ്. ഇത് നമ്മളുടെ GM അല്ലേ? എൻ്റെ പേര് ഏബൽ എന്നാണ്. ഏബിൾ. നിങ്ങൾ രണ്ടുപേരും കൊച്ചിക്കാരാണോ അതോ? എൻ്റെ വീട് അലങ്ങാടാണ്, അലങ്ങാട് ഗ്രാമപഞ്ചായത്താണ്. ഓക്കെ. താങ്കളുടെ? ഞാൻ ആലുവയാണ്. ആലുവ. ഓക്കെ. സോ അപ്പോൾ നമ്മൾ അബോധയ എന്ന് പറയുന്നത് ഒരു പുതിയ കൺസെപ്റ്റാണ് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് നമുക്ക് തന്നേക്കുന്നത്. അബോധയ എങ്ങനെയാണ് സ്റ്റാർട്ടാവുന്നത്? ഇത് ആരുടെ ഒരു യൂണീക്ക്, കാരണം ഒരു യൂണീക്ക് ഐഡിയ ആണ്. ഇതിൽ എന്തായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്യാനുണ്ടായ ഒരു പ്രചോദനം? ഞങ്ങൾ അബോധ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ജൂണിനാണ്, ജൂൺ 23. അതായത് നമ്മളുടെ പ്രധാനമന്ത്രി ലോക്ക്ഡൗൺ ലിഫ്റ്റ് ചെയ്ത്, സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ലിഫ്റ്റ് ചെയ്ത് ജസ്റ്റ് ഒരു 15-16 ഡേയ്സ് കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അബോധയുടെ പുറകിലുള്ള പ്രൈമറി മോട്ടിവേഷൻ എന്ന് പറയുന്നത് രണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് മാതൃഭാഷയിൽ പഠിപ്പിക്കാൻ പറ്റുക. അതായത് ഞാൻ കോളേജിലായിരുന്ന സമയത്ത്, ഞാൻ സെക്കൻഡ് ഇയറിൽ ഞാനൊരു ആപ്പ് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. അപ്പം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എൻ്റെ ഫാദർ ഡിഫൻസിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും മനസ്സിലാക്കാനും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ സെക്കൻഡ് ഇയറിൽ ഞാൻ ആപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് ഇത്തിരി വീഡിയോസ് കണ്ടപ്പോൾ തന്നെ ഞാൻ കാര്യങ്ങൾ പഠിച്ചെടുത്തു. പക്ഷേ എൻ്റെ കൂടെ പഠിച്ച പിള്ളേർക്ക് ആ ഒരു ലിബർട്ടി ഇല്ല. അത് എൻ്റെക്കാളും ഇൻ്റലക്ച്വലി ബെറ്ററായ പിള്ളേരും എൻ്റെക്കാളും കൂടുതൽ സ്കിൽസ് ഉള്ള സ്റ്റുഡൻസിനും അവർക്ക് ഓൺലൈനിൽ പോയിട്ടൊരു സ്കില്ല് പഠിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ഓൺലൈനിൽ അവൈലബിൾ ആയ എല്ലാ മെറ്റീരിയൽസും ഇംഗ്ലീഷിലാണ്. നമ്മുടെ മാതൃഭാഷയിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആയിരിക്കില്ല. അപ്പം ആ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്ത് നോളജ് ഉണ്ടെങ്കിലും മാതൃഭാഷയിൽ അവൈലബിൾ ആക്കുക. നമ്മൾ തുടങ്ങിയത് ഒരു കോഴ്സിൽ നിന്നാണെങ്കിലും ഇന്ന് നമുക്ക് 17ഓളം കോഴ്സുകളുണ്ട്. ഇനിയും 10 കോഴ്സുകൾ നമ്മൾ അടുത്ത മാസം ആഡ് ചെയ്യാൻ പോവാണ്, ഹാർഡ്വെയർ കോഴ്സുകൾ. അപ്പം ഇതിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എഡ്യൂക്കേഷൻ നമ്മൾ ഏത് ലാംഗ്വേജിനും ഏത് വ്യക്തിക്കും ആക്സസ് ചെയ്യാൻ സിസ്റ്റത്തിന്, അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ആൾക്കാരിലേക്ക് ഏതൊരു ലാംഗ്വേജിലും ചെല്ലുക, അവന്റെ സ്വന്തം മദർ ടങ് ലാംഗ്വേജ്. ഓക്കെ. സോ ഇതിന്റെ കൺസെപ്റ്റ് ഇത് മാത്രമല്ല, ഇതിലും വലിയ ഒരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾക്ക് പച്ചയായിട്ട് പറയാൻ പറ്റും, ഫ്രീ ആയിട്ട് പഠിക്കണോ, അബോധയിലോട്ട് പോര്. ആ ഒരു കൺസെപ്റ്റ് എന്താണ്? നിങ്ങൾ പഠിച്ച് ജോലി കിട്ടിയിട്ട് സാലറി അല്ലെങ്കിൽ സാലറി കിട്ടിയതിന് ശേഷം ഞാൻ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റിന്റെ എന്താണ് ഉദ്ദേശം? അതായത് ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചൊരു കാര്യമല്ല. ഇതിപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും യൂറോപ്പിലും ഒരു ട്രെൻഡായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അതേ അവസ്ഥ വരുന്നുണ്ട്. അതായത് അവിടുത്തെ രാജ്യങ്ങളിൽ കുറേ വിദ്യാർത്ഥികൾ സ്റ്റുഡൻറ് ലോൺ എടുത്ത് പെട്ടിരിക്കുകയാണ്. സ്റ്റുഡൻറ് ലോൺ എടുത്തിട്ട് അവർ പഠിച്ച കോഴ്സ് കഴിഞ്ഞിട്ട് ജോലി കിട്ടുന്നതിന് അങ്ങനെ ബുദ്ധിമുട്ട് നിൽക്കുകയാണ്. അപ്പം നമ്മളുടെ ഒരു രാജ്യത്തിലും നമുക്ക് ആ ഒരു ഇഷ്യൂ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. പല വിദ്യാർത്ഥികളും സ്റ്റുഡൻറ് ലോൺ ഇട്ട് ഇപ്പോൾ MBA പഠിക്കാൻ പോയാലും എന്താണെങ്കിലും സ്റ്റുഡൻറ് ലോൺ ഇട്ട് പെട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ആ സിസ്റ്റം മാറ്റണമെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഇവിടെ നിങ്ങൾ കാര്യം പഠിച്ചിട്ട് നിങ്ങൾക്കൊരു ജോലി, നമ്മളിപ്പോൾ എന്തൊരു സ്കിൽ ഡെവലപ്മെന്റ് കാര്യം പഠിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ഹയർ എഡ്യൂക്കേഷന് പോകുകയാണെങ്കിൽ ജോബിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഒരു വ്യക്തിയും ഇന്നത്തെ കാലത്ത് എൻലൈറ്റൻമെന്റിന് വേണ്ടി മാത്രമേ കോഴ്സ് പഠിക്കില്ല, എന്തെങ്കിലും ഒരു ജോബിന് വേണ്ടിയാണ്. അതെ, ജീവിതത്തിൽ രക്ഷപ്പെടാം, എങ്ങനെയെങ്കിലും പുറത്തു പോയി ഇന്ത്യയിലാണ് എങ്ങനെയും രക്ഷപ്പെടാം. അപ്പം നിങ്ങൾ രക്ഷപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ ഫീസ് തന്നാൽ മതി എന്നുള്ള മോഡലാക്കി എടുക്കാനാണ്. ഇപ്പം എൻ്റെ കോഴ്സ്, ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നൊരു കോഴ്സ് പഠിച്ചിട്ട് നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു ശമ്പളം കിട്ടുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ ഞാൻ പിന്നെ പഠിപ്പിക്കുന്നതിലും വലിയ അർത്ഥമില്ല, ഞാൻ വലിയ ഫീസ് ചാർജ് ചെയ്യുന്നതിലും അർത്ഥമില്ല. അതുകൊണ്ടാണ് നമ്മുടെ മോഡലിൽ 25% ടോട്ടൽ ഫീസിൻ്റെ 25% ആദ്യം സ്റ്റുഡൻറ്റ് അടയ്ക്കും. ബാക്കി എമൗണ്ട് അടയ്ക്കേണ്ടത് കോഴ്സ് സംബന്ധമായ ജോലി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ്. അതായത് പല സ്ഥലങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഹയർ എഡ്യൂക്കേഷൻ കോഴ്സ് പഠിച്ചു കഴിഞ്ഞു, അതിനോടൊരു ബന്ധമില്ലാത്തൊരു ജോലിക്കായിരിക്കും നമ്മൾ പോകണേ. അപ്പോഴും നമ്മൾ പഠിച്ചത് വെറുതെ ആയിപ്പോയി. നമ്മളൊരു ബന്ധമില്ലാത്ത ജോലിക്ക് പോകുമ്പോൾ അത് നമ്മുടെ കഴിവിൽ നമ്മൾ പോകണമെന്നാണ്. അപ്പം കോഴ്സ് സംബന്ധമായ ജോലിയിൽ കയറുവാണെങ്കിൽ മാത്രമേ നിങ്ങൾ ബാക്കി ഫീസ് അടച്ചാൽ മതി എന്നുള്ള മോഡലാണ്. ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല, ഇതിന് ഇൻകം ഷെയറിംഗ് എഗ്രിമെന്റ് മോഡൽ എന്ന് പറയും. ഫസ്റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് തുടങ്ങിയ, ഇപ്പോൾ പയ്യെ യൂറോപ്പിൽ പിക്കപ്പ് ആവുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മളാണ്.
ഓക്കെ, ഇന്ത്യയിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ആൾക്കാർക്ക് പലർക്കും തോന്നാം ഇത് ഇറ്റ്സ് എ ബിസിനസ് സ്ട്രാറ്റജി എന്ന്. പക്ഷേ ഇതിന്റെ ഉദ്ദേശശുദ്ധി ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതിൻ്റെ അകത്ത് പലരും ഇപ്പം വേണമെങ്കിൽ നമുക്ക് സംശയം തോന്നാം. ഇപ്പം ഞാനിവിടെ വന്ന് പഠിച്ചു, എനിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്ലേസ്മെൻ്റ് ആണോ അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ടൊരു ജോലി കണ്ടുപിടിച്ചാലും എങ്ങനെയാണെന്നുള്ള ഇതാണ്. കാരണം പലരും ചിലപ്പോൾ ഇത് കാണുമ്പോൾ ചിന്തിക്കാം എന്നാൽ പോയി ഇത് പഠിച്ച് പറ്റിച്ചേക്കാമെന്നുള്ള കാഴ്ചപ്പാടുണ്ടോ ഇല്ലയോ എന്നുള്ള കൺസെപ്റ്റാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളുടെ ആ സെക്ഷനകത്ത് ഫോക്കസ് വളരെ സിമ്പിളാണ്. നമുക്കിപ്പോൾ 17ഓളം കോഴ്സുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഓടിക്കാനുള്ള പ്ലേസ്മെന്റ് ടീം നമ്മൾ അതിനനുസരിച്ച് ഹൈലി സ്റ്റാഫ്ഡ് ആണ്. നമ്മളുടെ സെൻട്രലൈസ് ടീമിന്റെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ടീംസ് ആണ് നമ്മുടെ പ്ലേസ്മെന്റ് ടീം. ഇത് നമ്മൾ പോസിബിൾ ആക്കുന്നത് Avoda.tech എന്നുള്ള ജോബ്സ് പ്ലാറ്റ്ഫോം നമുക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇൻഡീഡ് അല്ലെങ്കിൽ നോക്കറിയിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒത്തിരി ജോബ്സ് കാണാൻ പറ്റും. അങ്ങനെ തന്നെ Avoda.tech എന്ന് പറയുന്നത് Avoda.com അകത്ത് വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതൊരു ബേസിക്കലി ഒരു ജോബ് വെബ്സൈറ്റ് ആണ്. എൻട്രി ലെവൽ ജോബ്സ്, അതായത് നമ്മൾ പഠിപ്പിക്കുന്ന കോഴ്സുകളിലെ കറസ്പോണ്ടിങ് ആയ ജോബുകൾ എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ടെങ്കിലും, അതായത് നമ്മളിപ്പോൾ നിലവിൽ സൗത്ത് ഇന്ത്യ മൊത്തം കവർ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ജോബ്സ് അവൈലബിൾ കേരളത്തിൽ നിന്നാണ്. നമുക്കിപ്പോൾ കർണാടകയിലും തമിഴ്നാട്ടിലും നമുക്ക് ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിലും കോയമ്പത്തൂരിലും ഇപ്പോൾ ചെന്നൈയിൽ ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് സൗത്ത് ഇന്ത്യ മൊത്തത്തിലാണ് ഇപ്പോൾ ജോബ്സ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എൻട്രി ലെവൽ ജോബുകൾ കൂടുതൽ നമ്മൾ അവിടെ അഗ്രിഗേറ്റ് ചെയ്യാൻ ശ്രമിക്കും. കൂടുതൽ എൻട്രി ലെവൽ ജോബ് അവിടെ അഗ്രിഗേറ്റ് ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് നമ്മൾ സ്റ്റുഡൻസിനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് കോഴ്സ് കംപ്ലീഷനും മോക്ക് ഇൻ്റർവ്യൂസ് ഇവിടെ ഉണ്ട്, ഇൻ്റർവ്യൂ ട്രെയിനിങ് ഉണ്ട്. ഇത് രണ്ടും കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റുഡൻസിനെ നമ്മൾ പ്ലേസ്മെൻറ്റ് പൈപ്പ് ലൈനിലേക്ക് ഇടും. ഇത് നമുക്ക് പോസിബിൾ ആക്കാൻ പറ്റില്ല. ഇപ്പോൾ ബാക്കി ആരെയും സംബന്ധിച്ച് അവോദയ്ക്ക് ഏറ്റവും കൂടുതൽ പ്ലേസ്മെൻ്റ് ഉള്ള കാരണം അവോദയുടെ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം തന്നെയാണ്. അതായത് ഈ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിനകത്ത് ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഞാനാണെങ്കിൽ 3 വർഷം BA ഹിസ്റ്ററി പഠിച്ചു. നമ്മൾ പലരും 5-6 ഇയേഴ്സ് ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്. BA BSc അങ്ങനെ പഠിച്ച് വരും. എന്നിട്ട് പോലും നമുക്ക് ജോലി കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസിനോട് പറയാമെന്ന് വെച്ചാൽ നിങ്ങൾ 3 വർഷം കോഴ്സ് എടുത്തിട്ട് 3 മാസം ഒരു ഇന്റേൺഷിപ്പ് ചെയ്യുക. അപ്പോൾ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ പെയ്ഡ് ആകാം, ചിലപ്പോൾ അൺപെയ്ഡ് ആകാം. മെജോറിറ്റി കമ്പനീസ് പെയ്ഡ് ഇന്റേൺഷിപ്പാണ് കൊടുക്കണേ. പക്ഷേ അൺപെയ്ഡ് ആണെങ്കിൽ പോലും നിങ്ങളത് എടുക്കുക. കാരണം നമ്മൾ ഇത്ര വർഷങ്ങൾ നമ്മൾ സ്കൂളിംഗ് സിസ്റ്റത്തിലും കോളേജ് സിസ്റ്റത്തിലും നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു 3 മാസം കൂടുതൽ നിങ്ങളൊരു കമ്പനിയിൽ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ, ഇഫ് യു സ്പെൻഡ് ഇൻ എ കമ്പനി, ആ 3 മാസം കൂടുതൽ ഒരു അൺപെയ്ഡ് ഇന്റേൺഷിപ്പായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ തൊഴിൽ പഠിക്കാനും പറ്റും, സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനും പറ്റും. സിമിലർലി നിങ്ങൾക്ക് കയറി പോകാനായിട്ടും അത് ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പം നമ്മൾ മെജോറിറ്റി സ്റ്റുഡൻസ് നമ്മൾ പ്ലേസ്മെൻറ്റ് ഇത്ര ഹൈ ആവാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മെജോറിറ്റി സ്റ്റുഡൻസ് ഈ അൺപെയ്ഡ് ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ആ കമ്പനിയിൽ തന്നെയായിരിക്കും പിന്നീട് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം നമ്മൾ പ്ലേസ്മെൻറ്റ്സ് ചെയ്യേണ്ട അധികം നമുക്ക് റിക്വയർമെൻറ്റ് വരാറുണ്ട്. എന്നാലും നമ്മുടെ മെജോറിറ്റി സ്റ്റുഡൻസ് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് മെജോറിറ്റി സ്റ്റുഡൻസ് ആ കമ്പനിയിൽ തന്നെയാണ് പ്ലേസ് ആണ്. എന്ന് പറഞ്ഞപ്പോൾ ഇപ്പം എൻ്റെ കമ്പനിയിലേക്ക് നിങ്ങളുടെ കുട്ടികൾ വന്നാൽ എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സ്റ്റാഫ് ആക്കി. കാരണം ഈ 3 മാസം കൊണ്ട് നമുക്ക് ഒരാളെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, അയാൾ നല്ലതാണോ, അയാൾക്ക് എത്രത്തോളം നോളജ് ഉണ്ട്. ഇനി ഇപ്പം അറിയേണ്ടത് 17 തരം കോഴ്സുകൾ എന്ന് പറഞ്ഞു, ഏതൊക്കെയാണ്? ഞങ്ങളിപ്പോൾ 17 തരം കോഴ്സുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അത് ഞാൻ പഠിപ്പിക്കുന്ന കോഴ്സാണ്. അതുപോലെ ആദ്യത്തെ കോഴ്സാണ്. പിന്നെ നമുക്ക് എത്തിക്കൽ ഹാക്കിംഗ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി, അക്കൗണ്ടിങ്, ടാക്സേഷൻ, ഫ്ലട്ടർ, ആൻഡ്രോയിഡ്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്നുള്ള കോഴ്സിൽ നമ്മൾ ട്രൂലി റെവല്യൂഷണറി ആണ്. വേറെ എവിടെ പോകുകയാണെങ്കിലും ഹൈലി എക്സ്പെൻസീവ് കോഴ്സാണ് അത്. നമ്മളത് വളരെയധികം അഫോർഡബിൾ ഒരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. സിമിലർലി ഓട്ടോ ക്യാഡ്, റിവെറ്റ്, സോളിഡ് വർക്ക്സ്. നമുക്ക് ഓട്ടോ ക്യാഡിനകത്ത് 3 തരം കോഴ്സ് വരുന്നുണ്ട്. അത് 3 ബ്രാഞ്ചുകളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓട്ടോ ക്യാഡ് 3DX Maxും റിവെറ്റാണ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ. ഓട്ടോ ക്യാഡ്, കാറ്റിയ, സോളിഡ് വർക്ക്സ് വരുന്നത് മെക്കാനിക്കൽ ഫീൽഡിലേക്കാണ്. മെക്കാനിക്കൽ മെഷീൻസ്, ICD എഞ്ചിൻസ് ഡിസൈൻ ചെയ്യാനായിട്ട്. അങ്ങനെ തന്നെ നമുക്ക് അവസാനം വരുന്നതാണ് ഓട്ടോ ക്യാഡ്, ഇ ക്യാഡ്, MEP, HVAC. ഇത് നമ്മൾ ഇലക്ട്രിക്കൽ ട്രിപ്പിൾ ഫീൽഡിൽ ടാർഗറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നമുക്ക് വരുന്നുണ്ട് ഗ്രാഫിക് ഡിസൈൻ, വീഡിയോ എഡിറ്റിംഗ്, അങ്ങനെ ലോങ് ലിസ്റ്റാണ് നോക്കുന്നത്. ഇപ്പം നമുക്ക് ഈ അടുത്ത കാലത്ത് നമ്മൾ ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈം നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന കോഴ്സുകളാണ് ഹാർഡ്വെയർ കോഴ്സുകൾ. അതായത് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റി വരുന്ന ഒരു കോഴ്സുകളായിരിക്കും ലാപ്ടോപ്പ് ടെക്നീഷ്യൻ, മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ, ഇലക്ട്രിക് വെഹിക്കിൾ എഞ്ചിനീയർ, ബാറ്ററി എഞ്ചിനീയർ. ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ റെവല്യൂഷൻ വന്നുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ആ റെവല്യൂഷൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് വർക്ക് ഫോഴ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ബാറ്ററി എഞ്ചിനീയർ ആവട്ടെ, BMS, ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റമുകൾ. അപ്പം ആ ഒരു അപ്കമിങ് ഇൻഡസ്ട്രീനെ ചുറ്റും ഒത്തിരി ഹാർഡ്വെയർ കോഴ്സുകൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ടായിരിക്കും ഈ തരം കോഴ്സുകൾ ഓൺലൈനിൽ പഠിക്കുന്നത്. ഇത് ഫിസിക്കലായിട്ട് പഠിപ്പിക്കുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ടൈം ആയിരിക്കും ഓൺലൈനായിട്ട് ഹാർഡ്വെയർ കോഴ്സുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പുറമെ രാജ്യങ്ങൾ ചെയ്യാറുണ്ട് ഒത്തിരി, അത് ഒരു വളരെയധികം കുറേ നാളായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം നമ്മളായിരിക്കും ലോഞ്ച് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് നമ്മൾ ഒത്തിരി വേറെ സ്പെഷ്യലിറ്റി നമ്മൾ കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ ഗെയിം ഡെവലപ്മെൻറ്റ് കോഴ്സ്. നമ്മളിപ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ
ഫസ്റ്റ് ടൈമാണ് ഇൻറ്റിഗ്രേറ്റഡ് ഗെയിം ഡെവലപ്മെന്റ് കോഴ്സ് അവോധ ലോഞ്ച് ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യയിൽ അവൈലബിൾ ആയ ഒരു കോഴ്സാണ്. സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമാണ് ഇൻറ്റിഗ്രേറ്റഡ് ഗെയിമിംഗ് ഡെവലപ്മെന്റ്. എങ്ങനെ വന്നൊരു 1 lakh rupees 1.2 lakh rupees വാല്യൂ വരുന്ന കോഴ്സ്. അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് നമ്മൾ സാറിന് എടുത്തിരിക്കുന്നത്, നമ്മളിവിടെ ഹയർ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഹൈ വാല്യൂ കോഴ്സുകൾ നമുക്ക് ഏറ്റവും ആക്സസിബിൾ ആയ രീതിയിൽ, അതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ബാരിയർ എടുത്ത് മാറ്റണം. അതായത് ഏറ്റവും ആക്സസിബിൾ ആയ രീതിയിൽ ഹൈ വാല്യൂ കോഴ്സുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി, എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി, കമ്പനിയുടെ സസ്റ്റൈനബിലിറ്റി നമുക്ക് 25% കിട്ടും. അത് തീർച്ചയായിട്ടും ഒരു ബിസിനസ്സാണ്, എല്ലാവർക്കും ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ കമ്പനിയുടെ സസ്റ്റൈനബിലിറ്റി നമ്മൾ ഈ 2,800 അല്ലെങ്കിൽ ഫസ്റ്റ് 25% ചെയ്യണം. പക്ഷേ കമ്പനി പ്രോഫിറ്റബിൾ ആവണമെങ്കിൽ ഈ കമ്പനി പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഗുണം ഉണ്ടാവണം. അതാണ് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി എന്നും പ്ലേസ്മെൻറ്റ് ഫീസിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ചെറിയ എമൗണ്ടിൽ ഇത്ര അധികം കോഴ്സുകൾ കൊടുക്കാൻ പറ്റുന്നത്. പിന്നുള്ളത് ഇപ്പോൾ എൻ്റെ ഒരു സംശയം, എൻ്റെ നല്ല ഇന്ന് കാണുന്ന ഇതിനകത്ത് പലർക്കും ഉണ്ടാവും. ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് ചിലപ്പോൾ നേരിട്ട് പഠിക്കാൻ പറ്റുള്ളായിരിക്കും. എനിക്ക് ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ ഉഴപ്പാം, മേ ബി ഇറ്റ്സ് എ ഫാക്ടർ. അപ്പം നമുക്ക് ഇവിടെ കുട്ടികളെ എടുക്കുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഫാക്ടർ ഉണ്ടോ? നിങ്ങൾ ആദ്യം എന്തെങ്കിലും അങ്ങനെ ഒരു ടെസ്റ്റോ? കാരണം മോസ്റ്റ്ലി ഐ വിൽ ഓൾവേസ് കീപ് സെയിങ് നമ്മൾ ഏതൊരു കോഴ്സ് അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റിലേക്ക് പോകുന്നതിനും വി ഹാവ് ടു ടേക്ക് ആൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. എന്നെ കൊണ്ട് അത് പറ്റുമോ ഇല്ലയോ? അപ്പം നിങ്ങൾക്ക് ഇവിടെ വരുന്ന കുട്ടികളെ നിങ്ങൾ അങ്ങനെ ഈ ഗ്രാഫ് ചെയ്യാറുണ്ടോ? അവൻ ചിലപ്പോൾ ചോദിച്ചു വരുന്നത് എത്തിക്കൽ ഹാക്കിംഗ് ആണെങ്കിൽ അല്ലെ പൈത്തൺ ആണെങ്കിൽ, അല്ല മോനെ നിനക്ക് ബെറ്റർ യു ഷുഡ് ഹാവ് ടു ടേക്ക് ദിസ്, അങ്ങനെയുള്ള ഒരു ക്ലാസ്സിംഗ് ഉണ്ടോ? അല്ലെങ്കിൽ വരുന്ന ഒരു ഈ പാറ്റേൺ ആണോ? നമുക്കിത് 2 സ്റ്റെപ്പിലാണ് നമ്മൾ ചെയ്യണേ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അവോധയുടെ എൻഡ് ഒബ്ജക്റ്റീവ്, അവോധയുടെ പ്രോഫിറ്റബിലിറ്റി വരുന്നത് എൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആകുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ അവോധയ്ക്ക് പ്രോഫിറ്റ് ഇല്ല. നമുക്ക് എങ്ങനെയും കമ്പനി ഉന്തിക്കൊണ്ട് പോകാനേ ഉള്ളൂ. അപ്പോൾ ഇന്നും നമ്മുടെ കമ്പനിക്ക് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റാൻ റീസൺ നമ്മുടെ പ്ലേസ്മെന്റ് ഫീസ് തന്നെയാണ്. അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് 2,800 447 രൂപ ടാക്സ് ആണ്. അത് കൂടാണ്ട് DDS അങ്ങനെ കുറെ ടാക്സ് വരുന്നുണ്ട്. അപ്പോൾ സർക്കാരിന് കൊടുക്കുന്ന എമൗണ്ട് തന്നെ ഭയങ്കര എമൗണ്ട് ആണ്. ക്ലോസ് ടു 1.2 crore നമ്മൾ ടാക്സ് മാത്രം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ഈ എമൗണ്ട് ഭയങ്കര ചെറിയ എമൗണ്ട് ഓബിയസ്ലി. പക്ഷെ നമ്മളുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് പ്ലേസ്മെന്റ് ഫീസാണ്. ഇതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ വരുന്ന സ്റ്റുഡൻസ് എങ്ങനെ വന്നാലും എങ്ങനെയെങ്കിലും അവർ പഠിച്ച കോഴ്സ് സംബന്ധമായി ജോലിക്ക് കയറണം. ഇപ്പം താങ്കൾ പറഞ്ഞ കാര്യം നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യും. നമ്മൾ മാത്രമല്ല, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി മൊത്തത്തിൽ ഫേസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് സ്റ്റുഡൻസിന് എങ്ങനെയെങ്കിലും എൻട്രി ലെവൽ ജോബ് കയറ്റാന്നുള്ളതാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ കൊണ്ടുവന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യം അതിനകത്ത് ഒരു ഫീച്ചറാണ്. പക്ഷേ അതൊരിക്കലും ഞങ്ങൾ ഇനീഷ്യലി ഇത് ചെയ്തത്, പക്ഷേ അത് പ്രോബ്ലം ഫിക്സ് ചെയ്യുന്നില്ല. അതായത് നമുക്ക് ഇനീഷ്യലി നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അക്കാഡമിക് കൺസൾട്ടൻസിൽ അവോധയിൽ അക്കാഡമിക് കൺസൾട്ടൻസ് ടീം മാനേജേഴ്സിന് എന്നുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അവരെയും നമ്മൾ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ അവർ എന്ത് കോഴ്സ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരേപോലെയാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ അവോധയിൽ എല്ലാ കോഴ്സിനും ഒരേ റേറ്റ് വെച്ചത്. കാരണം ഒരു വ്യക്തിയും ഒരു കോഴ്സ് കൂടുതൽ സെല് ചെയ്യാനായിട്ട് തോന്നരുത്. അവർക്ക് അതിനുള്ള ഇൻസെന്റീവ് ഉണ്ടാകാൻ പാടില്ല, അതിനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഗെയിം ഡെവലപ്മെന്റ് കോഴ്സ് 1.5 ലക്ഷം രൂപ കൊടുത്താലേ പുറത്തു പഠിക്കാൻ പറ്റുള്ളൂ. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ ഏറ്റവും കുറഞ്ഞ 45,000 രൂപ കൊടുത്താലേ പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ 5,000 രൂപ കൊടുത്താലും 6,000 രൂപ കൊടുത്താലും ഓൺലൈൻ പഠിക്കാൻ പറ്റും. പക്ഷെ എന്നാലും എല്ലാം നമ്മൾ 2,800 വെച്ചിരിക്കണമെന്ന് വെച്ചാൽ ഏത് കോഴ്സ് ആണെങ്കിലും സ്റ്റുഡന്റിന്റെ ബെനിഫിറ്റ് മാത്രം നോക്കാൻ വേണ്ടിയാണ് യൂണിഫോംലി പ്രൈസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഫീച്ചർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, താങ്കൾ പറഞ്ഞ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന് ഒരു കോഴ്സിൽ നിന്ന് മറ്റേ കോഴ്സിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. അത് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫീച്ചറാണ്. കോഴ്സ് കംപ്ലീഷൻ ഒരു പരിധിക്ക് പുറത്ത് പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ അപ്പോൾ അവോധ കസ്റ്റമർ സർവീസ് വിളിച്ച് പറയാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എടുത്തു, എനിക്ക് പറ്റുന്നില്ല, നിങ്ങളൊന്ന് സ്വിച്ച് ചെയ്താൽ ഒന്നും കൂടെ നിങ്ങളെ കൗൺസിലിംഗ് പ്രോസസ്സിൽ എടുത്തിട്ട് അടുത്ത കോഴ്സിലേക്ക് നിങ്ങൾ എടുക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ കോഴ്സ് പറ്റുന്നില്ലെങ്കിൽ പിന്നെയും സ്വിച്ച് ചെയ്യാം. അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ കിട്ടുന്നവരെ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് നമ്മളുടെ ഒരു ഏറ്റവും വലിയ വാല്യൂ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിന് അറിയാം, പലർക്കും കരിയർ ഗൈഡൻസ് പ്രോപ്പർലി ചെയ്യാൻ അറിയില്ല. കാരണം ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജീവിക്കുന്നത് എൻ്റെ സൊസൈറ്റിക്കകത്ത് എൻ്റെ മാതാപിതാക്കൾ ചിന്തിക്കുന്നത് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്, അതിൻ്റെ വെളിയിലുള്ളവർ ചിന്തിക്കുന്നത്. കാരണം അതിൻ്റെ എന്താന്ന് പറയാം, അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ്, ദ ഡേ ഓഫ് ദ എൻഡ്, നമ്മളെല്ലാവരും നേരത്തെ താങ്കൾ പറഞ്ഞ പോയിന്റ്, അയലോക്കാരൻ ചെയ്തു അതുകൊണ്ട് ഞാൻ ചെയ്യാം, ചേട്ടന്മാര് ചെയ്തു, ചേച്ചിമാര് ചെയ്തു. ഇറ്റ്സ് ബിക്കോസ് ഓഫ് നോബഡി നോസ് അബൌട്ട് ഹൗ ടു മാനേജ് അവർ കരിയർ. എല്ലാവർക്കും മറ്റൊരാൾ ചെയ്തത് ആ വഴിക്ക് പോകാനാണ് ഇഷ്ടം. അത് നമ്മുടെ സൊസൈറ്റി അങ്ങനെയാണ്. അത് മാറുന്നുണ്ട്, മാറേണ്ടിയിരിക്കുന്നു. കാരണം എനിക്ക് ഏതാണോ ആപ്റ്റ്, ഐ ഹാവ് ടു ചൂസ് ദാറ്റ്. അതർവൈസ് ഐ വിൽ ലൂസ് ഇറ്റ്. കാരണം ഞാൻ എൻ്റെ 5 വർഷം കളഞ്ഞതിന് ശേഷമാണ് ഞാൻ റീതിങ്ക് ചെയ്യുന്നത്, ഈ കോഴ്സ് എനിക്ക് വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഐ ലോസ് മൈ 5 years. ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കോഴ്സുകൾ, ഈ 3 മാസം ഓൺലൈൻ കോഴ്സ്, 3 മാസം ഇന്റേൺഷിപ്പ്, 6 months ആണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. ഈ ഒരു ഡ്യൂറേഷൻ സമയത്ത്
നിങ്ങളുടെ കുട്ടികളെ അസസ് ചെയ്യാറുണ്ടോ? അതെ അതെ, അയ്യോ അസസ്മെന്റ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും. കാരണം നമ്മളുടെ ഒരു ഒബ്ജക്റ്റീവ്, അവോധയുടെ പുറകെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവോധയിൽ നിന്ന് കോഴ്സ് കംപ്ലീറ്റ് ആയി മോക്ക് ഇന്റർവ്യൂ ക്ലിയർ ചെയ്ത് വരുന്ന പിള്ളേർ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. അത് എങ്ങനെയാണ് നമുക്ക് ബെനിഫിറ്റ് ആവണമെന്ന് വെച്ചാൽ നമ്മളുടെ സ്റ്റുഡൻസിന് ഒരു മിനിമം ക്രൈറ്റീരിയ ഉള്ളതുകൊണ്ട് കമ്പനീസിനെ നമ്മളിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ ഒരു മടിയില്ല. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ വലിയ കമ്പനീസ് ആയിക്കോട്ടെ, ചെറിയ കമ്പനി മാത്രമല്ല, നമ്മളിപ്പം നമുക്ക് കുറേ ചെറിയ MSME സ്റ്റാർട്ടപ്സ് റിക്രൂട്ട് ചെയ്യാറുണ്ട്. അത് കൂടാണ്ട് ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ ആയിക്കോട്ടെ, ഇപ്പം SBI ക്യാപ്സ് ഈയിടെ നമ്മൾ അവർക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. ഏഞ്ചൽ ബ്രോക്കർ, നമ്മൾ ഒത്തിരി നാഷണൽ ലെവൽ കമ്പനീസിന് വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. അവർക്ക് നമ്മുടെ അടുത്ത് വരാനുള്ള കോൺഫിഡൻസ് എന്ന് പറയുകയാണെങ്കിൽ അവോധ സ്റ്റുഡൻസ് അല്ലെങ്കിൽ അവോധ ഇന്റേൺസിന്റെ അടുത്ത് ഒരു മിനിമം ക്വാളിറ്റി അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ ക്വാളിറ്റി അനുസരിച്ചാണ് ടെസ്റ്റിംഗ് നടക്കണം. ഇൻഫാക്ട് അവോധനകത്ത് നമ്മൾ നല്ല രീതിയിൽ ടെസ്റ്റിങ്ങും അസൈൻമെന്റ്സും വളരെ റിഗ്രസ് ആയിട്ട് തന്നെ ചെയ്യണം. ഇത് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള വേറെ മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ വന്നാലും ഒരു സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സിൽ മെയിൻ ആയിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ സംശയങ്ങളായിരിക്കും. അപ്പോൾ ഒടുക്കത്തെ സംശയങ്ങൾ പിള്ളേർ, കാരണം ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യമാണല്ലോ. PSCക്ക് പഠിക്കുന്ന പോലെ കാണുപാഠം പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല, ഇത് നമ്മൾ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാ ദിവസവും Monday to Friday എല്ലാ വർക്കിംഗ് ഡേയിലും നമുക്ക് വൈകുന്നേരം ലൈവ് ക്ലാസ്സുകളുണ്ട്. അതായത് ഒരു വ്യക്തി വന്നിട്ട് ലൈവ് സെഷൻസ് ഉണ്ട്. ഒരു വ്യക്തി വന്നിട്ട് ഫേസ് ടു ഫേസ് കണ്ട് സ്ക്രീനൊക്കെ ഷെയർ ചെയ്ത് എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇത്ര മാത്രം നമ്മൾ ലൈവ് ക്ലാസ്സുകൾ, ലൈവ് ചാറ്റ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രീ റെക്കോർഡ് കണ്ടന്റ് ഉണ്ടാക്കണം തന്നെ. ഇപ്പം ഞാൻ ഡാറ്റാ സയൻസിന് ഉദാഹരണം പറഞ്ഞല്ലോ, TCSൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഡാറ്റാ സയൻസിന്റെ കോഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്ര ഇൻഡസ്ട്രി ഓറിയന്റഡ് ആണ്, എല്ലാ കോഴ്സും അതേ ക്രൈറ്റീരിയ ആണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്റ്റുഡൻറ്റ് ഇറങ്ങുമ്പം ഇൻഡസ്ട്രി ഓറിയന്റഡ് ആയിരിക്കും, സ്കില്ലുകൾ ഉണ്ടാവും, അത്യാവശ്യം കാര്യങ്ങൾ ഷാർപ്പായിരിക്കും. പിന്നെ എന്തെങ്കിലും സമയത്ത് ഇപ്പോൾ സ്റ്റുഡൻറ്റിന് തോന്നുന്നത് എന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ 17 കോഴ്സ് കിടപ്പുണ്ട്, ഇനിയും 10 കോഴ്സ് ആഡ് ആവും ഹാർഡ്വെയർ, അപ്പോൾ 27 കോഴ്സായി. ഈ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവോധയിൽ ഏതൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും, നമ്മളിപ്പോൾ കമ്പനി തുടങ്ങിയിട്ട് ഇപ്പോൾ 10 മാസമായിട്ടുള്ളൂ, അവോധ കഴിഞ്ഞ ജൂണിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വെറൈറ്റി കൂട്ടാന്നുള്ള നമ്മുടെ ലക്ഷ്യം. എല്ലാം IT കോഴ്സസ് എല്ലാം നമ്മളുടെ സ്റ്റുഡൻറ്റിന്റെ പാഷൻ കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോഴേ അവൻ അതിനകത്ത് രക്ഷപ്പെടുള്ളൂ. ഇവിടെ ജോലി കിട്ടി രക്ഷപ്പെട്ടു പോയിരിക്കുന്ന മെജോറിറ്റി പിള്ളേർ മിനിമം 5-6 പ്രാവശ്യം കോഴ്സ് സ്വിച്ച് ചെയ്ത് വന്ന പിള്ളേരാണ്. മാറി മിനിമം 5-6 പ്രാവശ്യം മെജോറിറ്റി പിള്ളേർ ജോലി കിട്ടി നല്ല ശമ്പളമൊക്കെ പോകുന്ന പിള്ളേർ 5-6 പ്രാവശ്യം സ്വിച്ച് ചെയ്തു. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പഠിച്ച് നല്ല ജോലി കിട്ടി പോകണം ആഗ്രഹമുള്ള പിള്ളേർ. അതുകൊണ്ട് അവർക്ക് ഇപ്പോൾ ഒരു സാധനം വരും, അപ്പോൾ തന്നെ കസ്റ്റമർക്കാരെ വിളിച്ചു പറയും മാറിക്കോട്ടെ, ഞാൻ അടുത്ത കോഴ്സിൽ പോയിക്കോട്ടെ, ഞാൻ ഈ കോഴ്സ് കുഴപ്പമില്ലാന്ന് തോന്നുന്നു, അതിലേക്ക് പോവാം. അവസാനം ഒരു 5 or 6 ടൈംസ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും അവസാനം അവർക്കൊരു പാഷൻ ക്ലിക്ക് ആണ്. അപ്പോൾ ഇതിനകത്ത് പിന്നുള്ളത് ഇതിപ്പം മൊത്തം ഓൺലൈനാണ്. ഭാവിയിൽ അവോധയ ഒരു ഓഫ്ലൈനിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള സാധ്യത. അതെ, നമ്മളത് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് ആ പ്രോസസ്സ്. നമ്മൾ ഓഫ്ലൈനിൽ അത് നമ്മൾ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസിന് മാത്രം അവൈലബിൾ ആക്കുന്ന ഫെസിലിറ്റി ആയിരിക്കും. അതായത് നമ്മൾ എല്ലാം കമ്പ്യൂട്ടർ സെൻറ്റേഴ്സും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടും, അതായത് കുറേ ഫിസിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇപ്പോൾ അവരുടെ എൻറോൾമെൻറ്റ്സ് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭാവിയിൽ കമ്പ്യൂട്ടർ സെൻറ്റർ, ഫിസിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോളേജുകൾ അവരായിട്ട് ടൈപ്പ് ചെയ്തിട്ട് അവരുടെ കമ്പ്യൂട്ടർ ലാബുകളിൽ നമ്മൾ റിക്വയർഡ് സോഫ്റ്റ്വെയറുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്യും. ഇപ്പോൾ ഹാർഡ്വെയർ കോഴ്സ് വരുന്നുണ്ടല്ലോ, ഹാർഡ്വെയർ കോഴ്സ് വരുമ്പോൾ സ്റ്റാൻഡേർഡ് കിറ്റുകളുണ്ട്, ആ കിറ്റുകൾ നമ്മൾ അവിടെ എത്തിക്കും. അവിടെ എത്തിച്ചിട്ട് ഈ ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സമാധാനമായിട്ട് ജനങ്ങൾക്ക് പഴയ പോലെ യാത്ര ചെയ്യാൻ പറ്റുന്ന സമയത്ത് അവോധ സ്റ്റുഡൻസ് അഡീഷണലി ഇപ്പം നിലവിൽ നമ്മളത് പ്ലാൻ ചെയ്തിരിക്കുന്നത് 3,000 rupees ആണ്. അഡീഷണലി ഒരു 3,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ആ ഫിസിക്കൽ സെന്ററിൽ വന്നിട്ട് പഠിക്കാൻ പറ്റും. അപ്പം ഇനി ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നമ്മളുടെ ഇപ്പോൾ എല്ലാവർക്കും സംശയമായിരിക്കും, എല്ലാവരുടെ മെയിൻ ഫാക്ടർ ഇവിടെ നമ്മുടെ പേഴ്സൻറ്റേജ് സ്ട്രാറ്റജി എങ്ങനെയുണ്ട് നമ്മുടെ പ്ലേസ്മെൻറ്റിൻ്റെ. ഇപ്പോൾ 100 പേര് പഠിച്ചാൽ എത്ര പേർക്ക് പ്ലേസ്മെന്റ് പ്രോപ്പർലി കിട്ടും? എനിക്ക് 100% വെരിഫൈഡ് ആയിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മൾ എന്ത് ഡാറ്റയാണെങ്കിലും അവോധയിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിനോട് അല്ലെങ്കിൽ ഒരു ടീം മാനേജറുള്ള ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. നമ്മളുടെ കോഴ്സ് കംപ്ലീറ്റഡ് ആയ സ്റ്റുഡൻസിൽ നിന്ന്, നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്ന സ്റ്റുഡൻസിൻ്റെ 88% സ്റ്റുഡൻസിനെ നമുക്ക് പ്രൊഫഷണലി അവരുടെ കോഴ്സ് സംബന്ധമായ ജോലി സ്ഥാപനത്തിൽ കയറ്റാൻ പറ്റുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ വരുന്ന 100% എന്ന് പറയാം. പക്ഷേ നമ്മളുടെ നമ്പേഴ്സും നമ്മുടെ സ്റ്റുഡൻറ്റ് പ്ലേസ്മെൻറ്റ്സും എല്ലാം 100% അപ്ഡേറ്റഡ് ആണ്. എല്ലാം നമ്മൾ ഡാറ്റ എപ്പോഴും റിവീൽ ചെയ്യാറുണ്ട്, റുട്ടീൻലി റിവീൽ ചെയ്യാറുണ്ട്, മന്ത്ലി വൈസ് നമ്മൾ റിവീൽ ചെയ്യാറുണ്ട്. അവോധയിൽ നിങ്ങൾ വന്ന് പഠിച്ചിട്ട് നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു ജോബ് ഉറപ്പാണ്. ഈ 88%-നകത്ത് ബാക്കി വരുന്ന സ്റ്റുഡൻസ് ഇല്ലേ, അവർ മോർ ഓർ ലെസ് ഇതിനെ പോകാൻ വില്ലിങ് അല്ലാത്ത സ്റ്റുഡൻസ് ആയിരിക്കും. നമ്മൾ അവർക്ക് ഓഫർ കൊടുക്കും, ജോബിന് ഓഫർ കൊടുക്കും, പക്ഷെ ഓഫറിന് പോകാൻ വില്ലിങ് അല്ലാത്ത സ്റ്റുഡൻസ് ആയിരിക്കും ബാക്കിയുള്ള. അവോധയുടെ ഫ്യൂച്ചർ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നമ്മുടെ സൊസൈറ്റിയിൽ എന്ത് മാറ്റമാണ് താങ്കൾ, കാരണം ഇറ്റ്സ് നിങ്ങൾ നേരത്തെ ചിലപ്പോൾ അമേരിക്കയിലുണ്ടാവാം, പക്ഷേ ഇത് കേരളത്തിൽ താങ്കൾ ഇംപ്ലിമെൻ്റ് ചെയ്യും.
അപ്പം അവോധയുടെ ഫ്യൂച്ചർ എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട്? അതായത് ഇപ്പം നമുക്കിവിടെ ഈയിടെ കുറേ ന്യൂസ് ചാനൽസ് വന്ന് ഇൻ്റർവ്യൂ എടുക്കാറുണ്ട്. എല്ലാവരോടും ഞാൻ എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യമുള്ളൂ, എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ അവോധ കേരളത്തിന് പുറത്തായി കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ഡിസംബർ തൊട്ട് തമിഴ്നാട്ടിൽ പ്രസൻസ് ഉണ്ട്, ഇപ്പോൾ കർണാടകയിലുണ്ട്. നെക്സ്റ്റ് മന്ത് എങ്ങനെ വന്നാലും നമ്മൾ ഹൈദരാബാദിൽ ഒരു ബ്രാഞ്ച് ഇടുന്നുണ്ട്, തെലുങ്കുവിൽ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവോധ റാപ്പിഡ് ഗ്രോത്താണ് നമ്മുടെ ഫോക്കസ് ഇതിനകത്ത്. പക്ഷേ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവോധ എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ത്യയിൽ നിൽക്കേണ്ട ബ്രാൻഡല്ല, എൻ്റെ ഒരു ബിലീഫ്. ഞാൻ ഇവിടെ മാതൃഭൂമി വന്നപ്പോഴും ഏത് ന്യൂസ് ചാനൽ വരുമ്പോഴും ഇൻ്റർവ്യൂ എടുക്കുമ്പോഴും ഞാൻ എപ്പോഴും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ലോകത്ത് ഗ്ലോബലി ഇന്ത്യൻ ബ്രാൻഡ്സ് നമ്പർ 1 ആവാറില്ല പൊതുവെ. ഇപ്പം നമ്മളുടെ ഇവിടുത്തെ പ്രോഡക്റ്റ് സ്റ്റാർട്ടപ്സ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇന്ത്യയിൽ നമ്പർ 1 ആയിരിക്കും, പുറത്ത് പോയി നമ്പർ 1 ആവാറില്ല. ഇപ്പം നമ്മൾ ഓയോ ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്പർ 1 ഇന്ത്യയിൽ ടോപ്പ് ആയിരിക്കും, പക്ഷെ പുറത്ത് അങ്ങനെ വരാറില്ല. പക്ഷേ അമേരിക്കൻ കമ്പനീസ്, യൂറോപ്യൻ കമ്പനീസ് അങ്ങനെയല്ല, അവർ അവിടെ നമ്പർ 1 ആണ്, വേൾഡിൽ നമ്പർ 1. ഗൂഗിൾ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുകയാണെങ്കിൽ. പക്ഷേ ഭാഷകളിൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം, ഭാഷകളിൽ പഠിപ്പിക്കുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഗ്ലോബൽ ബ്രാൻഡ് ആവണമെങ്കിൽ അത് ഇന്ത്യയിൽ നിന്ന് മാത്രം ആവാൻ പറ്റത്തുള്ളൂ. കാരണം ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ലാംഗ്വേജസ് ഉള്ളത്. അപ്പം അത് നമ്മളുടെ ജോഗ്രഫിയും നമ്മളെല്ലാം ബെനിഫിഷ്യലാണ് നമുക്ക്. അപ്പം ഇങ്ങനത്തെ ഒരു സ്റ്റാർട്ടപ്പ് ഗ്ലോബലി നമ്പർ 1 ആവണമെങ്കിൽ അത് ഇന്ത്യയിൽ നിന്ന് വരാൻ മാത്രമേ പറ്റത്തുള്ളൂ, വേറെ ഒരു സ്ഥലത്ത് നിന്ന് വരാൻ പറ്റത്തില്ല. അപ്പം ചിലപ്പോൾ അത് ഞങ്ങളാവാം, ചിലപ്പോൾ അവോധയാവാം, നിലവിൽ ഈ മോഡൽ വേറെ ആരും ഇല്ല, ചിലപ്പോൾ വേറൊരു കമ്പനി ആവാം. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയുണ്ടെങ്കിൽ അവോധനെ ഗ്ലോബലി നമ്പർ 1 പ്ലാറ്റ്ഫോം ആക്കാനാണ് എൻ്റെ ലക്ഷ്യം. അപ്പം ആ ഒരു ആശയം നല്ലതാണ്. അതിനോടൊപ്പം തന്നെ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇത് ഏറ്റവും നല്ല കാര്യങ്ങളാണ്. കാരണം നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി നിലകൊള്ളുക. കാരണം നമ്മുടെ ഇത് സൊസൈറ്റിക്ക് വേണ്ടി ഇന്ന് ഈ ഒരു സമയത്ത്, ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു കൊറോണ നമ്മളെ ബാധിച്ചിരിക്കുന്ന സമയത്ത് 2800 രൂപയ്ക്ക് നമ്മുടെ ലൈഫ് ചേഞ്ചിങ് ഒരു ഇവൻ്റാണ്. നമ്മളവിടെ പഠിക്കാൻ പറ്റുന്നത്, നമ്മുടെ ലൈഫിൽ നമുക്ക് സെറ്റിൽമെൻ്റ് ആക്കാൻ പറ്റുന്നതാണ്. കാരണം അത് ആറ്റിറ്റ്യൂഡാണ്. ഞാൻ വന്ന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ള ആറ്റിറ്റ്യൂഡ് അല്ലാത്ത, എൻ്റെ കരിയർ എനിക്ക് ഡെവലപ്പ് ചെയ്യണം, എൻ്റെ കരിയറിൽ എനിക്ക് ഐ വാണ്ട് ടു ബി സംതിങ്, അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവോധ നൽകുന്നത്. ആസ് ബീയിങ് എ സിറ്റിസൺ, മലയാളി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ, നിങ്ങളുടെ ഈ ഒരു സംരംഭം ഒരുപാട് വളരട്ടെ, ഇന്ത്യക്കകത്തല്ല വെളിയിലോട്ടും വളരട്ടെ. കാരണം ഇങ്ങനത്തെ കാഴ്ചപ്പാടുകൾ നമുക്ക് മുന്നോട്ട് വളർന്നു വരണം. കാരണം ഇത് 2800 രൂപയ്ക്ക് പഠിച്ചിറങ്ങുമ്പം അവന് ജോലി കിട്ടിയിട്ട് അവൻ പൈസ തന്നാൽ മതി എന്ന് പറയുമ്പോൾ അവൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ആണ്. കാരണം എങ്ങും എവിടെയും ഒരിടത്തും എനിക്ക് തോന്നുന്നില്ല ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് എക്സാം എഴുതുന്നതിന് മുമ്പ് ദേ ഹാവ് ടു പേ എവറിതിങ്. അവന് സർട്ടിഫിക്കറ്റ് കൈ കിട്ടണമെങ്കിൽ അവൻ്റെ ഫീസ് മൊത്തം അവൻ ആദ്യം അടച്ചു തീർന്നിരിക്കണം, എന്നാൽ മാത്രമേ അവന് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. സോ ചിലപ്പോൾ അത് ഓരോരുത്തർ സ്ട്രാറ്റജിയാണ്. നിങ്ങളുടെ ഈ ഒരു സ്ട്രാറ്റജി, അതുകൊണ്ടാണ് നമ്മൾ എഡ്യൂഹം മല്ലു എന്തുകൊണ്ടാണ് അവോധയിലിരിക്കുന്നത്. മെയിൻലി റീസൺ വി ഓൾവേസ് കെയർ അബൌട്ട് ഗുഡ് കരിയർ. നമ്മളെ കാണുന്ന ഓരോരുത്തരുടെയും കരിയർ സക്സസ് ആവണം. അതുപോലെ തന്നെയാണ് ഞാൻ കാണുന്ന നാളത്തെ സ്വപ്നം അവോധ എന്നെ കാണിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. വളരെയധികം നന്ദിയുണ്ട്. ഇത് മുന്നോട്ട് ഒരുപാട് വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് നമുക്കിവിടെ നിർത്താം. നന്ദി, നമസ്കാരം.